അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല വിളഞ്ഞ പച്ചമാങ്ങ നോക്കിയെടുക്കുക. കുറച്ച് വലുപ്പമുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചോ ഒരു ടവല് വെച്ചോ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മാങ്ങയെല്ലാം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കടുകെല്ലാം പൊട്ടി ഉലുവെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരു കടായിലേക്ക് ഒരു 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പോ 1/4 കപ്പോ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നാൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. ഇപ്പം നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 25 കാശ്മീരി വറ്റൽമുളക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല. എരിവുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇതിന് എരിവുണ്ടാവില്ല, നിറം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആകുമ്പോൾ എണ്ണയിലൊന്നും ഇട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. നമ്മൾ വറ്റൽമുളക് മൂപ്പിച്ചെടുത്ത അതേ നല്ലെണ്ണയിൽ 2 തണ്ട് കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം മുളക് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നത് കോരി മാറ്റാം. ഇനി കറിവേപ്പില മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ കുറച്ചായിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുമിച്ചിടരുത്, കുറച്ചായിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മാങ്ങയിലുള്ള വെള്ളത്തിന്റെ നനവ് മുഴുവനും മാറിക്കിട്ടും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. മാങ്ങയിലുള്ള വെള്ളത്തിന്റെ നനവെല്ലാം മാറി ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ മാങ്ങയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ചൂട് മാറിയിട്ടുണ്ട്. ഇതും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവാതെ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ അതുപോലെ ഉലുവയും കടുകും റോസ്റ്റ് ചെയ്തെടുത്തതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. പൊടിച്ചെടുത്ത കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഉലുവയും കടുകും പൊടിച്ചെടുത്തതും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം റോസ്റ്റ് ചെയ്താണ് നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒന്ന് ചൂടായി കിട്ടണം. അപ്പോൾ നിങ്ങൾ മുളക് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ മുഴുവനും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നല്ലെണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ദാ ഇതിന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വിനാഗിരി ഒന്നുമില്ലാതെ വർഷങ്ങളോളം നമുക്ക് ഈ മാങ്ങ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ചോറിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ തന്നെ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് കൊതിയോടുകൂടി കഴിക്കാൻ പറ്റും. ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ചൂടൊക്കെ മാറിയിട്ട് ഗ്ലാസ് ജാറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇതിന്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുകയും ചെയ്യും. അപ്പം മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്